ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. ഒരു പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞ് ഇത് ഞാൻ വെള്ളത്തിലിട്ടേക്കാണ്. അപ്പോൾ ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. തീരെ കനം കുറച്ച്, ഒട്ടും കനം വേണ്ട. ഒരു 2 mm തിക്നെസ്സിലാണ്. 2 mm ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ആ ഒരു തിക്നെസ്സിലാണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പീൽ ചെയ്തിട്ടും വെള്ളത്തിലേക്ക് തന്നെയാണ്, തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഒരു ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലപ്പൊടി ആട്ടോ ഞാൻ എടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു ബാറ്റർ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇടാം കേട്ടോ. പിന്നെ നമ്മളൊരു പിഞ്ച് സോഡാപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ സോഡാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കണ അയമോദകമാണ്. അയമോദകം ചേർക്കണ വേറെ ഒന്നുമല്ല കേട്ടോ. ചിലർക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയമോദകം ചേർത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി വെളുത്തുള്ളി ചതച്ചിട്ടാലും ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ. അപ്പോൾ വെളുത്തുള്ളി ചതച്ചിടുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ വെളുത്തുള്ളി കടിക്കാൻ കിട്ടിയെന്നിരിക്കും. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പൂണിൽ ഒരു പക്ഷേ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ലംസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടും. ഇതുപോലെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഈ ബാറ്ററിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ആ കറക്റ്റ് സ്ട്രക്ചറിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങൊക്കെ ഒരു ഇത്തിരിയും കൂടെ ഒരു ഹാർഡ് സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ട്. തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു അരിപ്പയിലിട്ട് വെച്ചേക്കാണ്. അതാകുമ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. വെള്ളം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ കുടിക്കും, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനതിപ്പോൾ ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ പീസ് എടുത്ത് പൊട്ടറ്റോ എടുത്ത് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡിപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡ്രോപ്പായിട്ട് വീഴുന്ന ആ ഒരു ടെക്സ്ചറിൽ വേണം എടുക്കാനായിട്ട്, എന്നാലാണ് കറക്റ്റ് ഇത് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ സിമ്പിളാണ്. പെട്ടെന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സോഡാപ്പൊടിയൊക്കെ ഇട്ട കാരണം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വീർത്തൊക്കെ വരും. നല്ല ഫ്ലഫി ആയിട്ടിരിക്കും അതിൻ്റെ ആ ബജി. ഉള്ളിലെ ഉരുളക്കിഴങ്ങ് ക്രിസ്പി ഒന്നും ആവില്ല കേട്ടോ. പുറത്ത് ആ ഒരു കോട്ടിങ് മാത്രമേ ക്രിസ്പി ആവുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സൈഡ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സൈഡും കൂടെ മറിച്ചിടാം. ഇതാക്കണ്ട് നമ്മുടെ ബജിയൊക്കെ എല്ലാം നല്ല വീർത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇപ്പുറത്തെ അടുപ്പിലൊരു ചായ ആകുന്ന നേരം കൊണ്ടിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കഴിക്കാം. കൂടെ ഒരു മുളക് ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ ആഹാ, ഒന്നും പറയാനില്ല, സൂപ്പർ. അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മൾ പേജിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കറി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.